പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങൾ പുൽക്കൂട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയും വൈകിച്ച് കഴിഞ്ഞാൽ ഉണ്ണി പിറന്നതിന് ശേഷം ക്രിബ് കെട്ടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ പോയി പറമ്പിൽ പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു. പുൽത്തൊട്ടിയിലാണെങ്കിൽ ഈശോ പ്രസവിച്ചത്, അപ്പോൾ അതുപോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇച്ചായുള്ള സമയത്തെ മാല ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളേനെ പിടി നിർത്തിയിട്ട് വേഗം അത് റെഡിയാക്കാൻ തന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു പുൽക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് എല്ലാതും ഇറക്കി വയ്ക്കാൻ എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ അവൾ ആദ്യം തന്നെ കിട്ടിയത് അവൾക്ക് ഉണ്ണീശാനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ വയ്ക്കാൻ പറ്റില്ല, 25-ാം തീയതി പുലർച്ചെല്ലാം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി. ഉണ്ണീശാനെ നിലത്ത് കിടക്കുന്നത് എന്തോ എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഒരു കേക്കിൻ്റെ തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ പുല്ല് വെച്ച് അതിൻ്റെ മുകളിൽ അവരെന്നെ അറേഞ്ച് ചെയ്തു. ഞാൻ പിന്നെ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ, വെണ്ണീർ കൊണ്ട് വഴിയൊക്കെ വെച്ച് പുറത്തുനിന്ന് രാജാക്കന്മാർ വരണ പോലെ കാണിക്കണം എന്നൊക്കെ. പിന്നെ എൻ്റെ സമയം കഴിയാറായി, ഓഫീസിൽ പോകേണ്ട തിരക്കൊക്കെ ആയപ്പോൾ എല്ലാവരെയും ഞാൻ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് അടിച്ച് കയറ്റി വെച്ചു. അങ്ങനെ ഈ വർഷത്തെ പുൽക്കൂടിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വർഷം ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പുൽക്കൂടായിട്ട്